Hello everyone, I am Nasira Banu, life coach, mentor, EFT and NLP practitioner. ജീവിതത്തിൽ സ്ട്രെസ് അനുഭവിക്കാത്തവർ ആരാണുള്ളത്? ഞാൻ ഇതുവരെ ജീവിതത്തിൽ സ്ട്രെസ് അനുഭവിച്ചിട്ടേ ഇല്ല എന്ന് ആർക്കാണ് പറയാൻ സാധിക്കുക? ഓരോ ദിവസവും ഒരുപാട് സ്ട്രെസ്സുകളിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. പലരും ഇന്ന് വ്യക്തമായിക്കൊണ്ട് തന്നെ പറയുന്നൊരു വാക്കാണ് വല്ലാത്ത സ്ട്രെസ്സാണ് എന്ന്. അതിൽ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നല്ല കാരണം വീട്ടിൽ നമ്മൾ നേരിടുന്ന ധാരാളം പ്രശ്നങ്ങൾ, കുട്ടികളാകുമ്പോൾ സ്കൂളുകളിൽ പഠനവുമായി ബന്ധപ്പെട്ട് അവർ നേരിടുന്ന പ്രശ്നങ്ങൾ, മുതിർന്നവർ ജോലി സംബന്ധമായിട്ട് അവിടെയുള്ള കൊളീഗ്സുമായിട്ട് ജോലിയുടെ മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നേരിടുന്ന പ്രശ്നങ്ങൾ. ഈ പ്രശ്നങ്ങളെ ചലഞ്ചസായി കണ്ട് നല്ല രൂപത്തിൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായും അത് കൂടുതൽ സ്ട്രെസ്സിന് കാരണമാവുകയും സ്ട്രെസ് ഹോർമോണായ കോർട്ടിസോൾ നമ്മുടെ ശരീരത്തിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് ഹോൾഡ് ചെയ്ത് വെക്കുമ്പോൾ മറ്റുള്ള അസുഖങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. സ്ട്രെസ് മൂലമുണ്ടാകുന്ന അസുഖങ്ങളായിട്ട് നമ്മൾ നേരിട്ട് കണ്ടിട്ടുള്ള BP, ഹൃദയാഘാതം, സ്ട്രോക്ക്, ഡിപ്രഷന്, ആൻസൈറ്റി തുടങ്ങി നമ്മുടെ പല പല വേദനകൾക്ക് വരെ കാരണം പലപ്പോഴും സ്ട്രെസ്സായിരിക്കാം. ഇവിടെ നമ്മൾ എന്താണ് ഈ സ്ട്രെസ്സിനെ ഒഴിവാക്കാൻ ചെയ്യേണ്ടത്? ക്രൈസിസാണ് പിന്നീട് സ്ട്രെസ്സിലേക്ക് മാറുന്നത്. ജീവിതത്തിലെ ക്രൈസിസ് ഉണ്ടാവുക എന്നുള്ളത്, പ്രയാസങ്ങൾ ഉണ്ടാവുക, പ്രശ്നങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് നമ്മുടെ കയ്യിലുള്ള കാര്യമല്ല. ഓരോ സമയത്തും അത് വന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇത്തരത്തിലുള്ള ക്രൈസിസിനെ യഥാവിധി ഹാൻഡിൽ ചെയ്യാൻ സാധിക്കാതെ വരുമ്പോഴാണ് അത് കൂടുതൽ വലിയ സ്ട്രെസ്സിലേക്ക് നമ്മെ നയിക്കുന്നത്, മറ്റസുഖങ്ങളിലേക്ക് പിന്നീട് നമ്മളെ എത്തിക്കുന്നത്. അപ്പം എങ്ങനെയാണ് കാമായിട്ട് ഇതിനെ ഹാൻഡിൽ ചെയ്യാം എന്ന് പഠിക്കാൻ നമ്മുടെ അടുത്ത സെഷനിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. താങ്ക് യു.